പരിപാലിക്കാൻ എളുപ്പം മനുഷ്യരെക്കാളും നല്ലത് കൂട് തന്നെയാണ്. നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖല തന്നെ കൂൺ കൃഷി. നമ്മളതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ച് ശരിയായ രീതിയിൽ മാർക്കറ്റിംഗ് നടത്തുവാണെങ്കിൽ ഒട്ടും മോശമല്ലാത്തൊരു വരുമാനം നമുക്ക് ഇത് വെച്ച് ദിവസം നമുക്ക് പൈസ കൈ കിട്ടും. നമുക്ക് ഒത്തിരി ദേഹാധ്വാനം ഇല്ലാത്തൊരു ജോലിയാണ്. അങ്ങനെയാണ് നമുക്ക് പക്ഷേ ഒരു സന്തോഷമുണ്ട്. നമ്മളിത് രാവിലെ ചെന്ന് കഴിയുമ്പോൾ ഇത് വിടരുന്നതും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. സൗദി അറേബ്യയിൽ ICU സ്റ്റാഫായിട്ട് വർക്ക് ചെയ്തിരുന്നത്. 16 years ICU വർക്ക് ചെയ്തിരുന്നത്. അതിനു മുമ്പ് ഡൽഹിയായിരുന്നു വർക്ക് ചെയ്യുന്നത്. അവിടെ അത് തന്നെ CCU ആയിരുന്നു, CCU സ്റ്റാഫായിരുന്നു. അത് കഴിഞ്ഞ് ഈ 16 വർഷങ്ങൾക്ക് ശേഷം ഞങ്ങൾ വീട്ടിൽ ഏകദേശം ആ ഫീൽഡ് മടുത്തിട്ടല്ല, പക്ഷേ ബാക്ക് പെയിനും കാര്യങ്ങളുമൊക്കെ അങ്ങനെ ചെറിയ പ്രശ്നങ്ങളായി, വെരിക്കോസ്. അപ്പോൾ വിചാരിച്ചു വന്നാൽ ഒരു ചെറിയ റെസ്റ്റിലേക്ക് എന്നുള്ളത്. കാരണം ഇപ്പോൾ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ ഇന്നിപ്പം തോന്നി എന്തെങ്കിലും ചെയ്യണം എന്ന് തോന്നിക്കഴിഞ്ഞപ്പോഴാണ് തോന്നിയത്. അപ്പോൾ നമുക്ക് ഒത്തിരി കായികാധ്വാനം ഇല്ലാത്തൊരു പണി. അപ്പോൾ അത് നോക്കിയപ്പോൾ ഞാനിങ്ങനെ ഒത്തിരി യൂട്യൂബിലൊക്കെ എപ്പോഴും സെർച്ച് ചെയ്ത് നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും മഷ്റൂമിനെ കുറിച്ച് ഇങ്ങനെ കണ്ടു. അപ്പം മഷ്റൂമിനെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും തോന്നി ഇതൊന്ന് പരീക്ഷിച്ച് നോക്കിയാൽ കൊള്ളാമെന്ന്. അങ്ങനെ ഒരു ദിവസം KVK അമ്പലവയലിൽ പോയപ്പം ഒരു വിത്ത് വാങ്ങിച്ചു. അത് ഞങ്ങളുടെ സ്റ്റോർ റൂമിൽ തന്നെ ഒന്ന് പരീക്ഷിച്ച് നോക്കി. അപ്പോൾ അതിൽ ആദ്യമൊന്നും വന്നില്ല. അത് കഴിഞ്ഞപ്പോൾ ഒരു 25 days ആയി ഞാനെടുത്ത് പുറത്ത് വെച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോഴത്തേനും അത് കൂണ് മെല്ലെ വരുന്ന പോലെ തോന്നി. അപ്പോൾ വീണ്ടും എടുത്ത് അകത്ത് വെച്ച് അങ്ങനെ നോക്കിയപ്പോഴത്തേനും നല്ലപോലെ കൂണ് വന്നു അതിൽ. അത് കഴിഞ്ഞപ്പോൾ പിന്നെ അതിനൊരു 6 ബെഡും കൂടെ വാങ്ങിച്ചു. വീണ്ടും അതുപോലെ തന്നെ ആദ്യമേ ചെയ്തത് വൈക്കോലിലാണ്. വൈക്കോല് പുഴി സ്റ്റീം ചെയ്ത് സ്റ്റെറിലൈസ് ചെയ്ത് കഴിഞ്ഞപ്പോൾ അത് കഴിഞ്ഞപ്പോൾ ഒരു 6 ബെഡ് ചെയ്തപ്പോൾ 6 ബെഡിൽ നല്ലപോലെ കൂണ്. അപ്പോൾ നല്ല സന്തോഷമായി. ഇത് കൊള്ളാം, കറി വെച്ചപ്പോൾ നല്ല ടേസ്റ്റുണ്ട്. അപ്പോൾ നീ എന്തെന്ന് പരീക്ഷിച്ച് നോക്കിയാലോ തോന്നി. അങ്ങനെ ചേട്ടായിനോട് ചോദിച്ചു, ഹസ്ബൻഡിനോട് ചോദിച്ചു കഴിഞ്ഞപ്പോൾ പുള്ളി പറഞ്ഞു നിനക്ക് ഇഷ്ടമാണെങ്കിൽ ചെയ്ത് നോക്കിയോളാൻ പറഞ്ഞു. അങ്ങനെ പിന്നെ ഞങ്ങളങ്ങനെ അതിന് വേണ്ടിയിട്ട് നമുക്കൊരു മെൻറ്ററെ ആവശ്യമാണല്ലോ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഇങ്ങനെ അന്വേഷിച്ച് നോക്കിയപ്പോഴത്തേനും കുറേ വീഡിയോസ് കണ്ടു. അപ്പോൾ ആ വീഡിയോസിൽ മലപ്പുറത്ത് ജഷീർ ബ്രദറിനെ അപ്പോൾ കണ്ടു കഴിഞ്ഞപ്പം ഞങ്ങൾ വിളിച്ച് സംസാരിച്ചു. അപ്പോൾ അദ്ദേഹം വന്ന് നോക്കി കഴിഞ്ഞിട്ട് പറഞ്ഞിങ്ങനെ ഫാം സെറ്റ് ചെയ്ത് തരാം. ആദ്യമേ ഒരു ചെറിയൊരു റൂം അങ്ങനെ ഒരു കൺസെപ്റ്റിലായിരുന്നു തുടങ്ങിയത്. അപ്പോൾ പുള്ളി അതിനെക്കുറിൻ്റെ കാര്യങ്ങളെക്കുറിച്ചൊക്കെ വിശദീകരിച്ചു. ഇപ്പം ഏതൊക്കെയായാലും നമുക്കൊരു 500 square feet തുടങ്ങാം. അങ്ങനെ തുടങ്ങി. അപ്പോൾ അതിൽ നിന്ന് ഇവിടം വരെ എത്തി നിൽക്കുന്നു. ടെറസിൻ്റെ മേലെയാണ് നമ്മൾ ഫാം സെറ്റ് ചെയ്തിരിക്കുന്നത്. ഹൈടെക് ഫാമാണ് സെറ്റ് ചെയ്തിരിക്കുന്നത്. അപ്പം അതിൽ നമുക്ക് മാൻ പവർ വളരെ കുറവാണ്. കാരണം നമുക്ക് വെള്ളം സ്പ്രേ ചെയ്യുന്ന അങ്ങനത്തെ കാര്യങ്ങളൊന്നും ആവശ്യമില്ല. പിന്നെ ഈ പുറത്തുനിന്നുള്ള എലി, പാറ്റ, പൂച്ച അങ്ങനെയുള്ളതിൻ്റെ എല്ലാം ശല്യം നമുക്ക് ഉണ്ടാകത്തില്ല. അപ്പോൾ ഒരു ഹൈടെക് ഷെഡ് എന്നതിൽ നമുക്ക് എന്ന് വെച്ച് നമുക്ക് പണി കുറവെന്ന് അങ്ങനെയല്ല, നമ്മൾ നല്ലപോലെ ക്ലീനായിട്ട് മെയിൻറ്റെയിൻ ചെയ്യണം. അത് കറക്റ്റ് ടൈമിൽ നമ്മൾ വീക്ക്ലി ബെഡ് ക്ലീൻ ചെയ്യണം. അതേപോലെ എല്ലാ ദിവസവും നമുക്ക് ശരിക്കും ഒരു ഒബ്സർവേഷൻ ആവശ്യമാണ്. ഏതെങ്കിലും ബെഡിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ളതെല്ലാം നമുക്ക് നോക്കണം. അപ്പം അതിനകത്ത് വരുന്ന എന്തെങ്കിലും വൈറസോ അതോ ഫംഗസ് എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടോ നമ്മൾ എക്സാം ചെയ്യണം. അതാണ് ഇപ്പം മെയിനായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. കൂണ് നമ്മുടെ ഷെഡിൽ നമ്മൾ 2 ടൈപ്പ് കൂണാണ് ചെയ്യുന്നത്. ഒന്ന് CO2 ചെയ്യുന്നുണ്ട്. അത് നമ്മുടെ കോയമ്പത്തൂർ യൂണിവേഴ്സിറ്റിയുടെ വികസിപ്പിച്ചെടുത്തിരിക്കുന്നതാണ്. പിന്നെ HU ചെയ്യുന്നുണ്ട്. അത് ഹൈദരാബാദ് യൂണിവേഴ്സിറ്റി വികസിപ്പിച്ചെടുത്തിരിക്കുന്ന കൂണാണ്. ഈ 2 ടൈപ്പ് കൂണാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്.
അതിൽ നമുക്ക് ഇപ്പം തോന്നിക്കുന്ന HU ആണെന്നുണ്ടെങ്കിൽ നമുക്ക് തണുപ്പ് കാലത്ത് നമുക്ക് കുന്നുങ്ങളുടെ ഒരു കൂടുതലായിട്ട് നമുക്ക് വിളവ്, പക്ഷേ CO2 നമുക്ക് തണുപ്പ് കാലത്ത് അത്രയ്ക്കൊരു വിളവായിട്ട് തോന്നിയിട്ടില്ല. ഇപ്പം ഞങ്ങൾ തുടങ്ങിയിട്ടിപ്പം ഞങ്ങൾ ജൂൺ മാസം തുടങ്ങി. പക്ഷേ അതുകൊണ്ട് ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞങ്ങൾ നോക്കുമ്പോൾ തണുപ്പ് ഇതിനെ ശരിക്കും അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ആ സമയത്തൊക്കെ ഞങ്ങൾക്ക് ടെമ്പറേച്ചർ എന്ന് വെച്ചുകൊണ്ട് ഒരു 10 ഡിഗ്രി -10 ആയിരുന്നു നമ്മുടെ ഷെഡിലെ തണുപ്പ്. അപ്പോൾ ശരിക്കും ഒരു 23 ഡിഗ്രി ആൻഡ് എബോവ് അപ് ടു 32 അങ്ങനെയുള്ള ഒരു ഇതിലേക്ക് പോകണമെങ്കിലാണ് ശരിക്കും നമുക്ക് ഒരു വിളവ് നമുക്ക് കിട്ടുന്നത്. പക്ഷേ ഇപ്പം നമുക്ക് ശരിയായി വരുന്നുണ്ട്. ഇപ്പം ഇത് മാറി ശരിയായി വരുന്നുണ്ട്. കൂൺ വിത്ത് ഞങ്ങൾ ആദ്യമേ ഞങ്ങൾ KVK അമ്പലവയലിൽ നിന്ന് എടുത്തിട്ടുണ്ട്. പിന്നെ ജഷീർ സാറാണ് ഞങ്ങൾക്ക് കൂൺ വിത്ത് ഞങ്ങൾ അവിടെ നിന്നാണ് എടുക്കുന്നത്. വിത്ത് നല്ല വിത്താണ്, കുഴപ്പമില്ല. അദ്ദേഹത്തിൻ്റെ അടുത്ത് നമ്മൾ വാങ്ങിച്ചത്. പിന്നെ അതുപോലെ രാഹുൽ സാർ ഞങ്ങൾ കണ്ണൂരുള്ള അവിടെ നിന്ന് വിത്ത് എടുത്തിട്ടുണ്ട്. പിന്നെ അതുകൂടെ യഹിയ ബ്രദറിൻ്റെ അടുത്ത് അതും അവിടെ നിന്നും വിത്ത്. ആ വിത്തുകൾ ഞങ്ങൾ ഉപയോഗിച്ച് വയ്ക്കുന്ന വിത്തുകളെല്ലാം നല്ലതാണ്, കുഴപ്പമില്ലാത്ത വിത്തുകളാണ്. ശരിക്കും വിത്തിൻ്റെ ഗുണമേന്മ ഇതിനകത്ത് നല്ലപോലെ ഇത് വരുന്നുണ്ട്. കാരണം നമ്മൾ വിത്ത് വേണ്ടുമ്പോൾ നല്ല പാകമായ വിത്ത് അത് വെച്ച് നമുക്ക് പിടിക്കുമ്പോൾ ഒരു കട്ടിയായിട്ട് ശരിക്കും അങ്ങനെയുള്ള വിത്ത്. അതുപോലെ അതിനകത്ത് ഇവർ പറയുന്നുണ്ട് ഈ ഒരു ചെറിയ യെല്ലോ കളർ കണ്ടു അത് കുഴപ്പമില്ല, അല്ലാതെ എന്തെങ്കിലും ബ്ലാക്ക് കളറോ അങ്ങനെയുള്ള കളറുകളൊക്കെ കാണുവാണെങ്കിൽ നമ്മളത് അവോയ്ഡ് ചെയ്യുമായിരിക്കും, ആ വിത്ത് ഇടാതിരിക്കും നല്ലത്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ആ പെല്ലറ്റ് നഷ്ടമാണ്. അതുപോലെ അതിനേക്കാളും ഭേദം നമ്മളത് നോക്കി വിത്ത് വാങ്ങിക്കുന്നതായിരിക്കും എപ്പോഴും നല്ലത്. ഞങ്ങൾക്ക് ആ ഒരു ഷെഡിൽ നിന്ന് 8 കിലോ വരെ ഞങ്ങൾ പറിച്ചിട്ടുണ്ട്. 8 കിലോ കൂൺ വരെ നമുക്ക് പറിച്ചിട്ടുണ്ട്. പിന്നെ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൽ പെട്ടെന്ന് ഞങ്ങൾക്ക് കാലാവസ്ഥയുടെ ഒരു പ്രശ്നം വന്നു. പിന്നെ ആ മഴക്കാലം കഴിഞ്ഞതിന് ശേഷം വീണ്ടും പിന്നെ കൂടുതൽ തണുപ്പ് വന്നു. അങ്ങനെ അത് ശരിക്കും നമുക്ക് അറിയണമെന്നുണ്ടെങ്കിൽ ഇനി നമുക്കൊരു അടുത്തൊരു നെക്സ്റ്റ് ഷെഡും കൂടെ കഴിഞ്ഞാൽ മാത്രമേ കറക്റ്റായിട്ട് നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ. കാരണം ആദ്യമേ എന്ന് വെച്ചാൽ ഞങ്ങളൊരു 1 kg പ്രൊഡക്ഷൻ ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്ത്. 1 kg എന്ന് വെച്ചാൽ നമുക്കറിയത്തില്ല ഇവിടുത്തെ മാർക്കറ്റിംഗ് എങ്ങനെയാണെന്നുള്ളത് നമുക്കാര്യം അറിയത്തില്ല. അപ്പം ഞങ്ങൾക്ക് ട്രെയിനിങ് ചെന്ന സാർ ഞങ്ങളോട് പറഞ്ഞിരുന്നു നിങ്ങളൊരു 1 kg വെച്ച് സ്റ്റാർട്ട് ചെയ്ത്. അപ്പം ഞങ്ങൾ ഒരു ദിവസം 2 ബെഡ് അങ്ങനെ ഇൻക്രീസ് ചെയ്ത് 6 ബെഡ് അങ്ങനെ ആദ്യത്തെ ഷെഡിൽ ഞങ്ങൾ അങ്ങനെ കുറച്ച് ഇൻക്രീസ് ചെയ്ത് വരിക ചെയ്ത്. അപ്പം നമ്മൾ അങ്ങനെ കൂട്ടി വരിക ചെയ്തത്. അപ്പോൾ അതിൻ്റെ കറക്റ്റായിട്ടുള്ളൊരിത് നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഷെഡിൽ ഞങ്ങൾക്ക് 8 കിലോ വരെ കൂടെ ഞങ്ങൾ പറിച്ചിരുന്നു. പാക്കിങ് ഞങ്ങൾ ചെയ്യുന്നത് 200 ഗ്രാം പാക്കാണ് ചെയ്യുന്നത്. അതിന് 100 രൂപയാണ് വില വരുന്നത്. പിന്നെ അതിൻ്റെ ബ്രാൻഡ് ഞങ്ങൾ പ്രകൃതി എന്നുള്ള പേരിലാണ്, പ്രകൃതി മഷ്റൂംസാണ് അങ്ങനെയാണ് പേര് കൊടുത്തിരിക്കുന്നത്, പ്രകൃതി മഷ്റൂം. ആദ്യമേ പള്ളിയിൽ നിന്നാണ് ഞങ്ങൾക്കൊരു സപ്പോർട്ട്. പള്ളിയിലെ അച്ഛൻ ഞങ്ങളിങ്ങനെ നമുക്ക് ആദ്യത്തെ ഒരു വിളവ് കാഴ്ചവെക്കുന്ന ഒരു ഇതുണ്ടല്ലോ. അപ്പം ഞങ്ങളിങ്ങനെ ഒരു കാഴ്ചവെപ്പ് ഉണ്ടായിരുന്നു. അപ്പം ഞങ്ങളിങ്ങനെ പള്ളിയിൽ കാഴ്ചവെച്ച് കഴിഞ്ഞപ്പോഴും അച്ഛൻ നമുക്ക് പള്ളിയിൽ വിളിച്ചു പറഞ്ഞു. അപ്പോൾ അങ്ങനെ അവിടെ നിന്ന് കുറച്ച് പേര് അപ്പം ഞങ്ങളുടെ ഈ ഇടവകയിലുള്ളവരൊക്കെ അറിഞ്ഞു. പിന്നെ അങ്ങനെ കുറച്ച് പേരൊക്കെ അങ്ങനെ വാങ്ങിക്കാൻ തുടങ്ങി. അതുകൂടാതെ പിന്നെ മെയിനായിട്ട് ഇവിടെ പച്ചക്കറി കടകൾക്കിടെ അത് ചേട്ടായുടെ ഫ്രണ്ട് സനൽ എന്ന് പറയുന്നത് പുള്ളിയുടെ കടയിലാണ് വെച്ച്. അതിപ്പോൾ അവിടെ നിന്ന് ഇങ്ങനെ ഞങ്ങൾ ആദ്യമേയുള്ള 2-3 പാക്കറ്റ് അങ്ങനെ വെച്ച് വന്ന് പിന്നെ അതിന് കൂടി കഴിഞ്ഞപ്പോഴത്തേനും പിന്നെ വേറെ പച്ചക്കറി കടകളിലൂടെ പിന്നെ ഞങ്ങളുടെ ഇവിടെ അടുത്ത സ്കൂളിലെ അമ്മയുടെ ഫ്രണ്ട്സ് ടീച്ചേഴ്സാണ്. അമ്മ ടീച്ചറാണ്. അപ്പോൾ ടീച്ചേഴ്സ് അവരെല്ലാവരും വാങ്ങിക്കാൻ തുടങ്ങി. ഇപ്പം ഞങ്ങൾക്ക് കുഴപ്പമില്ല, എല്ലാവരും അറിഞ്ഞു തുടങ്ങി. അറിഞ്ഞിങ്ങോട്ടേക്ക് ചോദിക്കുന്നുണ്ട് കൂടിനെ കുറിച്ച്. ചിലർ ബെഡ് വേണമെന്നും പറഞ്ഞ് ചോദിക്കുന്നുണ്ട്.
ചിലർ പെല്ലറ്റും വിത്തും വേണമെന്ന് പറഞ്ഞ് ചോദിക്കുന്നത്. അപ്പോൾ അങ്ങനെ ഇപ്പോൾ കുഴപ്പമില്ലാത്ത രീതിയിലേക്ക് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. രണ്ട് മേഖലയും തമ്മിൽ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മുടെ നേഴ്സിംഗ് ഫീൽഡ് വെച്ച് ഒത്തിരി സ്ട്രെസ്സുള്ളൊരു മേഖലയാണ്. എല്ലാ തരത്തിലും സ്ട്രെസ്സാണ്, ഫിസിക്കലി മെൻ്റലി അങ്ങനെയുള്ള എല്ലാ തരത്തിലും നമുക്ക് ഒത്തിരി സ്ട്രെസ്സ് പിടിച്ച മേഖലയാണ് നേഴ്സിംഗ് ഫീൽഡ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അതുപോലെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ ഉറക്കം ഡ്യൂട്ടി ഷിഫ്റ്റ് ചേഞ്ചിങ് ആകുമ്പോഴത്തേനും നമുക്ക് ഒത്തിരി ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾക്കെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ 3 days മോർണിംഗ്, 3 days ഈവനിങ്, 3 days നൈറ്റ് അങ്ങനെ ഉള്ള ഡ്യൂട്ടികളായിരുന്നു. അപ്പോൾ നമ്മൾ ഒരു ഡ്യൂട്ടിയിൽ നിന്ന് അങ്ങ് ഷിഫ്റ്റ് ആയി കഴിയുമ്പോഴത്തേനും പിന്നെ നമ്മളെ ഉറക്കത്തിൻ്റെ കാര്യം ഇതാവും. ചില സമയത്ത് നമുക്ക് ഷിഫ്റ്റ് ചെയ്യുമ്പോഴത്തേനും നമുക്ക് അങ്ങനെയുള്ള ഒത്തിരി പ്രശ്നങ്ങളുണ്ടായിരുന്നു അതിൽ. പക്ഷേ ഡ്യൂട്ടിക്ക് ചെന്ന് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ അതിനെക്കുറിച്ചൊന്നും ചിന്തിക്കുന്നില്ല, ഡ്യൂട്ടി ചെയ്യുന്നു, തിരിച്ചു അങ്ങനെ ഇത്. പക്ഷേ കുറേ നാൾ വർഷം ഏകദേശം 23 വർഷത്തോളം ജോലി ചെയ്ത് അപ്പോഴത്തേനും മെല്ലെ ബാക്ക് പെയിൻ, അതുപോലെ ഈ ഉറക്കത്തിൻ്റെ ഇതിലൊക്കെത്തേനും അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ആയി കഴിയുമ്പോഴത്തേനും തോന്നി ഇതിൽ നിന്നൊരു ചേഞ്ച് കാരണം എന്ന് വന്നു. പിന്നെ ഞങ്ങൾ രണ്ടുപേരും 2 സ്ഥലത്തായി. ഹസ്ബൻഡ് ബാംഗ്ലൂർ, ഞാൻ ഇവിടെ സൗദി. അപ്പോൾ അങ്ങനെ ചോദിച്ചെന്നാൽ ഒരുമിച്ച് ജീവിക്കാമെന്നുള്ളൊരു തോന്നലിൽ ഇങ്ങനെ റിസൈൻ ചെയ്തു വന്നു. അങ്ങനെ ചേട്ടായി റിസൈൻ ചെയ്തു. അപ്പോൾ അങ്ങനെ ഇവിടെ വന്ന് കഴിഞ്ഞപ്പോഴത്തേനും നമുക്ക് എന്തെങ്കിലും ചുമ്മാ ഇരിക്കുന്നതിനോട് അത്ര താല്പര്യമുള്ള കൂട്ടത്തിലല്ല, എന്തെങ്കിലും ചെയ്യണം എന്നിങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് ഇങ്ങനെ കൂൺ കൃഷിയെക്കുറിച്ച് ഇത്. അപ്പോൾ വിചാരിച്ചു എന്നാൽ കൂണിന് നമുക്കൊത്തിരി ദേഹാധ്വാനം ഇല്ലാത്തൊരു ജോലിയാണ്. അങ്ങനെയാണ് നമുക്ക് പക്ഷേ ഒരു സന്തോഷമുണ്ട്. നമ്മളിത് രാവിലെ ചെന്ന് കഴിയുമ്പോൾ ഇത് വിടരുന്നതും അതൊക്കെ കാണുമ്പോൾ നമുക്കൊരു ഭയങ്കര സന്തോഷമാണ്. അപ്പോൾ വിചാരിച്ചു അപ്പോൾ രണ്ടും തമ്മിൽ കമ്പയർ ചെയ്യുമ്പോഴത്തേനും എനിക്ക് ഒത്തിരി രണ്ടും ഇഷ്ടപ്പെട്ട മേഖലയായിരുന്നെങ്കിലും പക്ഷേ നമുക്ക് വർക്ക് ബേസിലൊക്കെ നോക്കുമ്പോൾ ഇതാണ് ഒത്തിരി നല്ലതെന്ന് തോന്നുന്നു. പരിപാലിക്കാൻ എളുപ്പം മനുഷ്യരെക്കാളും നല്ലത് കൂണ് തന്നെയാണ്. മനുഷ്യൻ്റെ ഇതിലെന്ന് വെച്ചാൽ നമ്മൾ ഒത്തിരി കെയർ ആയിരിക്കണം. ഇതിന് കെയർ വേണ്ടതല്ല, പക്ഷേ മനുഷ്യന് നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ കണ്ണ് ചിമ്മിയാൽ മനുഷ്യൻ്റെ ഇതിൽ നമ്മളങ്ങനെ ഒരു ഡിപ്പാർട്ട്മെൻറ്റിൽ ജോലി ചെയ്യുമ്പോൾ നമുക്ക് ഒത്തിരി കെയർഫുള്ളായിരിക്കണം. 1 മിനിറ്റ് ഒരു മെഡിസിൻ സ്റ്റോപ്പായി പോയി കഴിഞ്ഞാൽ, ഇൻഫ്യൂഷൻ പമ്പിലൊക്കെ കൊടുക്കുന്ന ഒരു മെഡിസിൻ സ്റ്റോപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പേഷ്യൻ്റെ കാര്യം പോവും. അതുപോലെ വെൻറ്റിലേറ്ററിൽ കിടക്കുന്ന പേഷ്യൻ്റ് അവരൊന്ന് കൈയെടുക്കുകയോ ഒന്ന് മൂവ് ചെയ്ത് നമ്മൾ അടുത്തില്ലെന്നുണ്ടെങ്കിൽ ട്യൂബ് എടുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിലൊക്കെ പ്രശ്നമാണ്. അപ്പം അത് വെച്ച് നോക്കുമ്പോൾ ഈ നമുക്ക് ഇത് ഒത്തിരി നമ്മൾക്ക് ഫിസിക്കലായിട്ടും മെൻ്റലായിട്ടും നമുക്ക് ഒത്തിരി എളുപ്പമുള്ളൊരു പണിയായിട്ട് തോന്നും. നല്ല രീതിയിൽ വരുമാനം കിട്ടുന്ന ഒരു മേഖല തന്നെ കൂൺ കൃഷി. നമ്മളതിനെ ശരിയായ രീതിയിൽ പരിപാലിച്ച് ശരിയായ രീതിയിൽ മാർക്കറ്റിംഗ് നടത്തുവാണെങ്കിൽ ഒട്ടും മോശമല്ലാത്തൊരു വരുമാനം നമുക്ക് ഇത് വെച്ച് ദിവസം നമുക്ക് പൈസ കൈ കിട്ടും. അത് നമുക്ക് ബൈ പ്രൊഡക്റ്റായിട്ട് കൊടുക്കുകയെന്നുണ്ടെങ്കിൽ ഒത്തിരി നല്ല. ഇപ്പം ഞാൻ കൂണച്ചാറൊക്കെ ട്രൈ ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. വാങ്ങിച്ചു കൊണ്ടുപോയവരൊക്കെ നല്ലതാണെന്ന് പറയുന്നുണ്ട്. കാരണം ചോദിക്കുന്നുണ്ട് കൂണച്ചാറിൻ്റെയൊക്കെ കാര്യം. അതും പ്രകൃതി എന്ന് പറഞ്ഞ തന്നെയുള്ള രീതിയിൽ കൂണച്ചാറൊക്കെ തുടങ്ങിയിട്ടുണ്ട്. മീൻസ് ഞാൻ മെല്ലെ സ്റ്റാർട്ടിങ് തുടങ്ങിയിട്ടേ ഉള്ളൂ. എന്നാലും ചേട്ടായുടെ ഫ്രണ്ട്സ് ബാംഗ്ലൂരുള്ളവർ ഇവിടങ്ങളിലൊക്കെ തന്നെയാണെങ്കിലും കുറച്ച് പേരൊക്കെ വാങ്ങിച്ച് നല്ല അഭിപ്രായം പറഞ്ഞിട്ടുണ്ട് കൂണച്ചാറ്. കാരണം നമുക്ക് ചില കൂണുകളിങ്ങനെ ഷേപ്പില്ലാത്ത കൂണുകളൊക്കെ ചിലപ്പം, അപ്പോൾ ആ കൂണൊക്കെ നമ്മൾ മാർക്കറ്റിലേക്ക് ഇറക്കി കഴിഞ്ഞാൽ അവർ എന്തായാലും നമ്മൾ കാണുമ്പോൾ ഒരു ഫീലിംഗ് ഉണ്ടല്ലോ, അതാണല്ലോ ആൾക്കാർ. അപ്പം നമുക്കിങ്ങനെ ഷേപ്പില്ലാതെ വരുന്ന കൂണുകൾ, അപ്പോൾ അതൊക്കെ നമുക്ക് അച്ചാറാക്കി ഇതാം. പിന്നെ ഏതെങ്കിലും കാരണവശാൽ നമുക്കൊരു റിട്ടേൺ വരിക, മീൻസ് കൂൺ നമുക്ക് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം. അതുപോലെ ഇപ്പം കഴിഞ്ഞ ദിവസമൊക്കെ ആണെങ്കിലും നമുക്കിവിടെ എന്ത് ബന്ധം ഇതൊക്കെ ഉണ്ടായിരുന്നില്ല. അപ്പോൾ നമുക്കത് അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്കത് അച്ചാറായിട്ട് മാറ്റാം. പിന്നെ കൂൺ പൗഡറാക്കാം. പൗഡറിൻ്റെയൊക്കെ നോക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ നമുക്ക് വിപണിയിൽ ഇറക്കാൻ പറ്റും.